പാട്ട് പഠിക്കണ്ടേ? പഠിക്കാം. പൊന്നുഷസെന്നും നീരാടുവാൻ വരുമേ. വെള്ളം കുടിച്ചോണ്ടിരിക്കണോ? പാട്ട് പഠിക്കണ്ടേ? പാട്ട് പഠിക്കണ്ടേ? എടാ, ഒരു 19 വട്ടം പ്രാക്ടീസ് ചെയ്തില്ലേ? അത് പോരെ? പോരാ പോരാ, സ്റ്റേജിൽ പോകുന്നവരെ പ്രാക്ടീസ് ചെയ്യണം. അതെ, ടെൻഷനൊന്നും വേണ്ട കേട്ടോ. എനിക്ക് ടെൻഷനൊന്നുമില്ല. കുറച്ച് ടെൻഷൻ വേണം. എന്തിന്? ടെൻഷനല്ലേ, ചുമ്മാ ഇരിക്കട്ടെ. അതെ, എന്താ പാടാത്ത? പൊന്നുഷസെന്നും മൈഥിലി. ഹലോ. ഹായ്. ഹായ് ശങ്കര. ഹായ് മതിലിക്കുട്ടി. ഹായ്. നമാമി ശിവശങ്കരം. എന്താണ് വിശേഷം? ഞാൻ സ്വീറ്റ്സ് ഒക്കെ കൊണ്ടുവന്നായിരുന്നു. അത് കിട്ടിയല്ലോ, തന്നല്ലോ. പുതിയ ഡയലോഗ് വല്ലതും ഉണ്ടോ? പഠിച്ചിട്ടുണ്ടോ? പ്രശ്നമൊന്നുമില്ല. ഇല്ല അല്ലേ? എനിക്ക് തോന്നുന്നത് ശിവശങ്കറിന് നമ്മുടെ മൈഥിലി കുഞ്ഞിനെക്കാളും കൂടുതൽ നാണം ഉണ്ടെന്ന് തോന്നുന്നു. ശരിയാണോ? ശരിയാണോ? അതെ. ഡുവറ്റ് പാടുമ്പോഴെല്ലാരും ഇതന്നെ പറയുന്നത്. ആദ്യം ഞാൻ സീസൺ 5 പാർവണ ചേച്ചിയുടെ കൂടെ പാടിയപ്പോ ഇതന്നെ പറഞ്ഞല്ലേ? പിന്നെ അത് കഴിഞ്ഞിട്ട് അനശ്വര ചേച്ചിയുടെ കൂടെ തീരം തേടുമോളം പാടിയപ്പോ വീണ്ടും ഇതന്നെ പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് ആൻ ബെൻസൺ ചേച്ചിയുടെ കൂടെ സീനിയേഴ്സ് ഡുവറ്റ് പാടിയപ്പോ അത് ആ സമയത്ത് ഇതന്നെ പറഞ്ഞു. ഈ നാണം പോകുന്നില്ല അല്ലേ? താങ്ക് യു ഫോർ ദി ബോംബെ സ്വീറ്റ്സ്. അതെ, നന്നായിരുന്നു. അടിപൊളി അടിപൊളി. ഭയങ്കര സ്വീറ്റ് ആണ് കേട്ടോ നമ്മുടെ ശങ്കരൻ. കാണുന്ന പോലല്ല. മൈഥിലി കുഞ്ഞെ, എങ്ങനെ ഉണ്ടായിരുന്നു റിഹേഴ്സലൊക്കെ? അത് ഞങ്ങളിങ്ങനെ ശങ്കരനുമായിട്ട് റിലേറ്റഡ് ഞങ്ങള് പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുവായിരുന്നു. അപ്പൊ സാമില്ലേ, സാം അതിന്റെ ഇടയ്ക്ക് കയറി വന്ന് ഓരോ കോപ്രായങ്ങൾ കാണിച്ചു. സാം സോണി. അപ്പൊ ഞാൻ ചിരിക്കാൻ തുടങ്ങി, അത് കണ്ട് ശങ്കരനെ ചിരിക്കാൻ തുടങ്ങി. അങ്ങനെ എന്നിട്ട് പ്രാക്ടീസ് ഫുള്ള് ചിരിയായിരുന്നു. എന്നിട്ട് ചിരി എങ്ങനെയാ നിർത്തുന്നതെന്ന് ജെമിനയോട് വരെ ചോദിക്കേണ്ട അവസ്ഥയായിരുന്നു. അതുപോലെ ചിരിയായിരുന്നു. എന്തൊരവസ്ഥയല്ലേ ജീവിതത്തിൽ തരണം ചെയ്യേണ്ടി വരുന്നത്. ജെമിനായി മെഡിറ്റേറ്റ് ഒക്കെ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ചെയ്യാനൊന്നും സമയമില്ല. സാം എന്താ കാണിച്ചത് അല്ലേ? സാം മാത്രമല്ല, എന്റെ പുറകില് സാം, ദേവതീർത്ത്, പിന്നെ ജഗത്തും വന്നു. ഒരു കൂട്ടം ആൾക്കാരുണ്ടായിരുന്നു. ഓ, അത് ശരി. ആഹാ. ഇന്ന് രണ്ടുപേരും കൂടെ എന്തിനുള്ള പുറപ്പാടാണെന്ന് എനിക്കറിയാം. വൺ ഓഫ് മൈ വെരി ഫേവറേറ്റ് സോങ്സ് കേട്ടോ. ആണോ? കാരണം രമേഷ് നാരായണൻ അദ്ദേഹം ചെയ്ത പാട്ടുകൾ, ഒരുപാട് പാട്ടുകൾ ഉണ്ട്. അതിൽ ചിലത് എനിക്ക് വളരെ ഇഷ്ടമാണ്. അതിൽ ഏറ്റവും ഇഷ്ടമുള്ള ദ സോങ് എന്ന് പറയുന്നതാണ്. ഒരു കോംപ്ലക്സ് ട്യൂൺ. അതെ. പക്ഷെ ആ സിനിമയിൽ ഈ പാട്ട് വരുമ്പോഴുണ്ടല്ലോ, അത് ഒരു പ്രത്യേകമായിട്ട് നമുക്ക് ഒരു രോമാഞ്ചം ഉണ്ടാക്കുന്ന ഒരു അനുഭവമാണ്. അതെ, ഞാൻ പറയില്ലേ, ഹൊറിപ്പിലേഷൻ എന്ന് പറയില്ലേ, അത് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ രോമാഞ്ച കുട്മളം ഉണ്ടാവുന്ന ഒരു പാട്ടാണ്. അതാണ്. അപ്പൊ അത് പൊന്നുഷസെന്നും നീരാടുവാൻ വരുമീ സൗന്ദര്യ തീർത്ഥ കടലിൽ ഓനി സാർ എഴുതിയിരിക്കുന്നു. എനിക്ക് വളരെ ഇഷ്ടമുള്ള 2 വരികളുണ്ട്. ചിരബന്ധുരമീ സ്നേഹബന്ധം നമ്മെ തിരിച്ചറിഞ്ഞെന്നോ, ചിരബന്ധുരമീ സ്നേഹബന്ധം. സൂപ്പർ അല്ലേ? എന്നിട്ടാ, ജന്മങ്ങൾക്കപ്പുറത്തെങ്ങോ ഒരു ചമ്പകം പൂക്കും സുഗന്ധം. ആഹാ, ഏറ്റവും പ്രണയത്തിന്റെ ഏറ്റവും വിശാലമായ. അത് ONV സാർ പറയുന്ന മാതിരി ഒന്ന് പറയൂ. നമ്മെ തിരിച്ചറിഞ്ഞെന്നോ, ചിരബന്ധുരമീ സ്നേഹബന്ധം. അപ്പൊ അദ്ദേഹം പറയുമ്പോഴത്തേക്ക് അദ്ദേഹം എന്നെ വിളിക്കുന്നത് ജയചന്ദ്രൻ. ജയചന്ദ്രൻ പാട്ട് എന്തായി എന്ന് ചോദിക്കും. അപ്പൊ ഞാൻ പറയും, സർ നോക്കി, നോക്കിയിട്ട് വന്ന് പാടി കേൾപ്പിക്കൂ. അപ്പോ ജന്മങ്ങൾക്കപ്പുറത്തെങ്ങോ ഒരു ചമ്പകം പൂക്കും സുഗന്ധം. അപ്പൊ ഈ പാട്ടിലേക്ക് നമുക്ക് കിടക്കാം. മേഘമൽഹാർ എന്ന് പറഞ്ഞ സിനിമയാണ്, പ്രിയപ്പെട്ട കമൽ സാറിന്റെ സിനിമയാണ്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു കഥാതന്തുവാണ്, പ്രത്യേകിച്ചും പ്രണയമായതുകൊണ്ട്. ഈ പ്രണയം എന്ന് പറയുന്ന ഒരു അനുഭവം തീർച്ചയായിട്ടും അതെങ്ങനെയാണെന്നുള്ള ആ സിനിമയിൽ ലോകം തന്നെ ഓർമ്മതില്ലല്ലേ. അതന്നെ. അപ്പൊ അങ്ങനെ ലോകം ഓടിക്കൊണ്ടിരിക്കുന്ന ആ പ്രണയത്തിന്റെ ഒരു സൗന്ദര്യമാർന്ന ഒരു ലഹരിയാണ് ഈ പാട്ട്. അപ്പൊ ആ പാട്ടിലേക്ക് നമുക്ക് കിടക്കാം അല്ലേ?
വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് നൈസ് നൈസ്. മൈഥിലിക്കുട്ടി എന്തോ വളരെ സന്തോഷത്തോടു കൂടി ഈ ശിവശങ്കറിന്റെ കൂടെ പാടിയ ഈ പാട്ടിന് ഞങ്ങൾ മൂന്നാളും കൂടി 98 മാർക്സ് ഔട്ട് ഓഫ് 100. താങ്ക് യു. രണ്ടുപേരും ഹാപ്പി അല്ലേ? ഇനി കൂടുതൽ കൂടുതൽ മാർക്ക് നമുക്ക് വാങ്ങണം. മൈഥിലിക്കുട്ടി ആൻഡ് ശങ്കര, ഓൾ ദ വെരി ബെസ്റ്റ്. Thank you. ബൈ. താങ്ക് യു. Bye. ഓക്കെ ബൈ.